ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നത് ചെറിയ വിശേഷങ്ങൾ തീരെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല കേട്ടോ. രാവിലെ മുതലുള്ള മഴയും കാറ്റും ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെയുള്ള കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങ് രാവിലെ തന്നെ അങ്ങ് മടിച്ചു. മഴ ഒരു തോർച്ചയില്ലാത്തൊരു മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളും ഇല്ല, ഉച്ചക്കത്തെ വിശേഷങ്ങളും ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇച്ചിരി അമ്പലത്തിൽ നിന്ന് പോയതും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് മാത്രമാണ് വീഡിയോ വന്നിരിക്കുന്നത്. കുഞ്ഞിലെ നമ്മളിപ്പോൾ ഈ പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ ഉള്ള ചോക്ലേറ്റും കുന്തവും എല്ലാം തിന്നുന്ന പിള്ളേരാണ്. നമ്മൾ എത്ര കഴിക്കില്ലെന്ന് പറഞ്ഞാലും അവരതേ കഴിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കുറേ കഴിയുമ്പോഴത്തേക്ക് പല്ലിൽ ചെറുതായിട്ട് പുഴുപ്പല്ല് പോലെ ഒക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവർ ദിവസവും നമ്മൾ പല്ല് തേപ്പിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പ് പൊടി, പിന്നെ അതിപ്പോൾ കല്ലുപ്പ് പൊടിച്ചെടുത്താലും മതി കേട്ടോ. കല്ലുപ്പ് പൊടിച്ചെടുത്താലും മതി, അതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് പിടിക്കുന്ന പൊടിയാണെങ്കിലും മതി, ഏതോ നമ്മുടെ സൗകര്യം അനുസരിച്ച്. കല്ലുപ്പ് പൊടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്തുണ്ടല്ലോ അവർ ബ്രഷ് മുക്കി തന്നെ തേച്ചാൽ മതി, അല്ലാതെ വിരൽ കൊണ്ടൊന്നും തേക്കണമെന്നില്ല. ബ്രഷ് അതിനകത്ത് ഇങ്ങനെ മുക്കി പല്ലിൽ നല്ലപോലെ തേക്കാൻ കിട്ടണം. പല്ലിൽ ഈ കറുപ്പ് കളറൊക്കെ ചില പിള്ളേരുടെ പല്ലേ കാണും, ആ കറുപ്പ് കളറ് പോയി കിട്ടും. പിള്ളേർ തന്നെയല്ല, ചിലർ വലിയവരുടെ പല്ലിലും വരും അങ്ങനെ. ആ ഉള്ള കറുപ്പ് പോയി കിട്ടും. അതുപോലെ പല്ലിൽ ചെറിയ മഞ്ഞ കളർ ക്ലാവ് പോലെ പല്ലൊക്കെ വൃത്തിക്ക് തേക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെയൊക്കെ വരുന്ന കുഞ്ഞുങ്ങളല്ലേ, അവർ പെട്ടെന്ന് ബ്രഷ് ഇട്ട് ഒരയ്ക്കും, അവരുടെ പല്ല് തേരി കഴിഞ്ഞ് അവർ പോയി. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താലും മതി. അവധി ദിവസം പിള്ളേരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാമെങ്കിൽ പല്ലിലെ ക്ലാവിൻ്റെ ഇത് പോകും, പല്ലിൽ ഈ വേദന, പുഴുപ്പല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഏറ്റവും നല്ലതാണ് കാര്യം. ഞാനിവിടെ കണ്ണ് വെച്ചൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവരെ കൊണ്ടൊക്കെ തേപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ചില ദിവസങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഉപ്പും ഈ എണ്ണയും കൂടെ ചേർത്ത് പല്ല് തേക്കാൻ പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ പണ്ടൊക്കെ ഉള്ളൊരു ഉമ്മുക്കിരിയും ഉപ്പൊക്കെ ചേർത്ത് തേക്കുമായിരുന്നു. ഇപ്പം എങ്ങും ഉമ്മുക്കിരി ഒന്നുമില്ല. പക്ഷേ വെളിച്ചെണ്ണ നല്ല ഇതാണ്. വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് പല്ല് തേക്കുന്നത് നല്ല ഇതാണ്. വായിൽ ഈ ഫംഗസ് ഒക്കെ പോകാണ്ട് നല്ല ഇതാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം എല്ലാ ദിവസവും ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. പല്ലിന് നല്ല തിളക്കവും കിട്ടും. പല്ലിന് നല്ല ഒരു ഈ കൊച്ചു പിള്ളേർക്കില്ല പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് വായിക്കുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാകത്തില്ല വായിക്ക്. നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറയും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറയും. അപ്പോൾ അത് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ടിപ്സ് എന്ന് പറയാനുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തതുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ആരിൽ വെള്ളമൊക്കെ കയറി വരുന്നുണ്ട്, അതൊക്കെ വീഡിയോയിലൂടെ കാണിക്കും കേട്ടോ. രാവിലെ നമ്മൾ ഇങ്ങനെ കേട്ടായിരുന്നു വയനാട്ടിൽ ഇങ്ങനെ ഉരുൾ പൊട്ടി എന്നൊക്കെ ഉള്ളത്. പക്ഷേ അന്നേരം ഇവിടെ കറണ്ട് ഒക്കെ പോയേക്കും. രാവിലത്തെ കാറ്റും മഴയ്ക്കൊക്കെ കറണ്ടൊക്കെ പോയിട്ട് ടി വി ഒന്നും വെച്ച് നോക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടുത്തെ ആ ഒരു ഉരുൾ പൊട്ടിയതിൻ്റെയൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ശരിക്കും പേടിച്ചു കേട്ടോ. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു. അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മാനസികമായിട്ടൊക്കെ നമുക്ക് ഒരു തള്ള സമയത്ത് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ തോന്നുന്നില്ല നീ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ശരിക്കും വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ഓരോ ദുരിതങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. എപ്പോഴാണ് എന്നാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക, ശ്രദ്ധയോടെ നടക്കുക, അതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ ബാക്കി കാണാമേ. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഇല്ല, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അത് കുറേ 2-3 ഓപ്ഷൻ വരും. അതിൽ ആ ഓൾ എന്നുള്ള ഓപ്ഷനെ മാത്രം ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മിക്കവർക്കും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരത്തില്ല കേട്ടോ. നമ്മളല്ലെങ്കിൽ കയറി സെർച്ച് ചെയ്തുകൊണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഞാൻ ദിവസവും വീഡിയോസ് അപൂർവങ്ങളിലുള്ള വീഡിയോസ് ഇടാത്ത ദിവസങ്ങൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ പ്രസ് ചെയ്യുക. അതേ പറയുള്ളൂ. അതെല്ലാം പ്രസ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ അന്നേരം വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ കാണാവേ. ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധയിലേക്ക് പോയി കഴിയുമ്പോഴല്ലോ പറയുന്നതിൻ്റെ കാര്യം വിട്ടുപോകും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. എൻ്റെ കൂട്ട് സ്വഭാവമുള്ള പലരും കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് വീഡിയോയിലൂടെ കാണാമേ. ഇന്ന് എന്നാ അച്ഛൻ സ്കൂളിൽ പോകാത്ത? പനിയോ? ആര് പറഞ്ഞു പനിയാന്ന്? ഇതാ കൊച്ചു അംഗൻവാടി പഠിക്കുന്ന കൊച്ചു പറഞ്ഞ പോലെ ഇരിക്കുന്നില്ല പനിയാന്ന്. ചുമ്മാ തന്നെ രാവിലെ പിന്നെ ഭയങ്കര തുമ്മലായിരുന്നു. അതുകൊണ്ട് ഞാൻ തെറിച്ചു പോയിട്ട് തുമ്മൽ കാരണം രാവിലെ സ്കൂളിൽ പോകാതെ മടിയാന്നും പറഞ്ഞിരിപ്പുണ്ട്. മഴയാന്ന് എങ്ങാണ്ട് ഉരുള് പൊട്ടിയേന്. അവൾ ഇവിടെ അതുപോലെ ഉരുള് പൊട്ടുമെന്നും പറഞ്ഞ് സ്കൂളിൽ പോകാതെ മടിച്ചായിട്ടിരിക്കുകയാണ്. മടിച്ച്
അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ നിങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക്? പിന്നെ അച്ഛൻ വണ്ടിയെ പോകുന്ന സമയത്ത് തന്നെ ചെയ്യും. പിന്നെ ഭയങ്കര നിപ്പ ഇവിടെ. എന്നിട്ട് ഫോണും കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ഫോണിനകത്തോ? എന്നാ പഠിക്കുന്നത്? എന്നെ ഒന്ന് കാണിച്ചേ. കണ്ട മര്യാദയ്ക്ക് റെഡിയായി പോച്ച. ഇനിയുണ്ട് നിനക്ക് സ്കൂളിൽ പോകാൻ സമയം. ഞാനിപ്പോൾ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വരാം. ഈ വർഷം വെച്ച് ഭയങ്കര ഉഴപ്പാട്ടോ. മിക്ക ദിവസവും ലീവ് എടുക്കണമല്ലോ. ഞങ്ങളുമൊക്കെ ഈ സമയത്തൊക്കെ മഴയത്തൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ നടന്നായിരുന്നു പോകുന്നത്. എൻ്റെ ദൈവമേ, നീ കയറി കിടന്ന് ഉറങ്ങുവാണെങ്കിൽ പച്ചവെള്ളം ഐസ് വെള്ളം നിന്റെ തലയിൽ കൂടെ ഞാൻ ഒഴിച്ച് നിന്നെ എണീപ്പിക്കും. റൂമൊന്നും പൊട്ടിച്ച് കിടക്കരുത്. പ്രേതം വരും, പ്രേതം. യക്ഷി വരും, യക്ഷി. അച്ചൂ അച്ചൂന്ന് വിളിക്കും. മടിച്ചിക്കോത. നീ ഉറങ്ങിക്കോ കേട്ടോ. +2 റിസൾട്ട് വരുമ്പോഴും മോളിരുന്ന് ഉറങ്ങിക്കോ. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അച്ഛൻ ചോദിക്കുമ്പോൾ മറുപടി കൊടുത്തോണം. പൊക്കോ. ഉണ്ടാവുകയല്ല, എനിക്കറിയാം. പിന്നെ മഴയാണോ ദൈവമേ, ഭയങ്കര മഴ. കണ്ണൻ രാവിലെ അങ്ങ് പോയായിരുന്നേ. പിന്നെ അച്ചുവാണ്. അപ്പോൾ അച്ചു ഇങ്ങനെ മടി പിടിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞാണ് ടി വിയിൽ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടത്. അതും കൂടെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ മനസ്സൊന്ന് മടിച്ച്. അല്ല പിന്നെ അവർക്ക് വിടണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചവരെ ഉള്ളായിരുന്നു ക്ലാസ്. പിള്ളേരെല്ലാം വിടുകയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെയാണ് ടി വിക്ക് അതേപോലെ ന്യൂസൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ വീഡിയോ എടുത്താണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ വന്നതാണ്. അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് അവിടെ നട തുറന്നിട്ടില്ല. അന്നേരം പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒത്തിരി ദൂരമൊന്നും 2-3-5 വീടിന് ഇപ്പുറത്താണ്. അപ്പോൾ ഇവിടെ ആറ്റിൽ വെള്ളമൊക്കെ എന്തോരമുണ്ടെന്ന് നോക്കാനും കൂടെ വന്നതാണ് കേട്ടോ. വെള്ളമൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. വലുതായിട്ടൊന്നും വെള്ളം കയറിയിട്ടില്ല. വലിയ ഒഴുക്കുണ്ട് നല്ലപോലെ, പക്ഷേ വെള്ളം കയറിയിട്ടില്ല. അതിന് തക്കതായ വലിയ ഇതൊന്നും വരും. ഉരുളൊക്കെ പൊട്ടുമ്പോഴാണ് വെള്ളം ഇങ്ങി കയറി. വെള്ളം വരവ് ഭയങ്കരമായിട്ടും കയറുന്നത്. ഇങ്ങി കയറും വെള്ളം. അപ്പം 2018 നമുക്ക് നല്ല പണി കിട്ടി വെള്ളം കയറുന്നത്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വെള്ളം ഒന്ന് കയറും, പിന്നെ ഇറങ്ങി അങ്ങ് പോകും. പിന്നെ ആറിൻ്റെ അവിടെയൊക്കെ താമസിക്കുന്നവരൊക്കെ അവിടെ നിന്ന് കുറച്ച് വെച്ചാൽ പെരയ്ക്കകത്ത് ഇങ്ങനെ വെള്ളം കയറി പോകത്തേ ഉള്ളായിരുന്നു. പക്ഷേ അങ്ങനെ 2018 എല്ലാവരും അങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. വെള്ളം ശരിക്കും അങ്ങ് കയറി. അപ്പം ആറ്റിലെ വെള്ളവും ഇതെല്ലാം കണ്ടു കഴിഞ്ഞേച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ അമ്പലത്തിലോട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. അമ്പലത്തിൽ വന്നത്തേക്ക് നടയൊക്കെ തുറന്നു. അപ്പോൾ അമ്പലത്തിലെല്ലാം കയറി ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇതുണ്ട്, ഞങ്ങളുടെ കൊച്ചമ്പലമാണ്. ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വലിയ ആളും തിരക്കൊന്നുമില്ല. തിരുമേനി രാവിലെയും വൈകിട്ടും വന്ന് പൂജ നടത്തിച്ചങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അപ്പം ഇതുണ്ട്, ആ വീട് കണ്ടു. ആ വീട്ടിൽ മുഴുവൻ മുങ്ങിപ്പോയതാണ് 2018. അപ്പം അതെല്ലാം കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അരിയൊക്കെ അരയ്ക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പം അപ്പം ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അപ്പത്തിന് ഞാൻ അരി അരയ്ക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പം ഇവിടെ ദോശയൊക്കെ ആണെങ്കിൽ അച്ചു അരി അരച്ച് വെച്ചോളും കേട്ടോ. അവൾക്ക് ഈ അപ്പത്തിന് അരി അരച്ച് വെക്കാനായിട്ട് അറിയത്തില്ല. അതിന് ചോറ് എന്തോരം ചേർക്കണ്ടേ എന്നൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് അരി ഉഴുന്നും അരച്ചാണെങ്കിൽ വെച്ചോളും. അപ്പോൾ ഞാൻ നേരത്തെ അങ്ങ് അരിയൊക്കെ അങ്ങ് അരച്ചേക്കാന്ന് വിചാരിച്ചു. എപ്പോഴാണ് കറണ്ട് പോകുന്നത് വരുന്നതെന്നൊന്നും അറിയത്തില്ലെന്നേ. ഒരു വല്ലാത്ത കാലാവസ്ഥയും ഒക്കെയാണ്. കറണ്ട് വന്നും പോയി നിൽക്കുക. അപ്പോൾ ഞാൻ അരി അരയ്ക്കുന്നത് ആദ്യമേ അരി മാത്രമായിട്ട് അരച്ചെടുത്തേച്ച് രണ്ടാമത് പിന്നെ അതിനകത്തേക്ക് ചോറും തേങ്ങായും പിന്നെ ഈസ്റ്റും കൂടെ ചേർത്ത് അരയ്ക്കും. അപ്പം ഞാൻ ഈസ്റ്റ് ഇതിനകത്തോട്ട് ചേർക്കുന്നപ്പം തന്നെ ഇച്ചിരി തേങ്ങാ വെള്ളവും കൂടെ ഞാൻ ചേർക്കാറുണ്ട്. തേങ്ങ പൊട്ടിച്ച് അന്നേരം തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം എടുക്കുവാണെങ്കിൽ അതും കൂടെ ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. എന്നിട്ട് ചോറും അരച്ച് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അത്രേ ഞാൻ അപ്പത്തിന് അരയ്ക്കുന്നുള്ളൂ. തേങ്ങാവെള്ളം ഉണ്ടെങ്കിലും ഞാൻ ചേർക്കത്തുള്ളൂ കേട്ടോ. തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ ചുമ്മാ പച്ചവെള്ളം ചേർത്ത് തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം മാവൊക്കെ അരച്ച് എല്ലാം എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ മാവ് അരച്ചെല്ലാം എടുത്തതിന് ശേഷം അതിനകത്തൊരു ചില പഞ്ചസാരയും കൂടെ ചേർക്കുക. മാവെല്ലാം ഇളക്കി വെച്ചതിന് ശേഷം അപ്പം നമ്മുടെ ഒരു പല്ലിൻ്റെ ടിപ്സ് ഇട്ടായിരുന്നു. അപ്പോൾ ആ പല്ലിൻ്റെ ടിപ്സ് ഇട്ടത് ഈ പല്ലൊക്കെ നല്ലപോലെ കറ പിടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഈ പുക വലിക്കുന്നവരൊക്കെ, അവർക്കൊക്കെ അതിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് പല്ല് തേച്ചാൽ പല്ലിലെ കറകളെല്ലാം നല്ലപോലെ പോകും കേട്ടോ. 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് നല്ലപോലെ പോകും. അടുപ്പിച്ച് 2 ദിവസം പല്ല് തേക്കാമെങ്കിൽ അങ്ങ് പോകും. പിന്നെ വലിയ പ്രശ്നമില്ലാത്തവർക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് തേച്ചാൽ മതി. പല്ലിന് നല്ല തിളക്കവും എല്ലാം കിട്ടും. അപ്പം ഉപ്പും വെളിച്ചെണ്ണയും കൂടെ എന്നൊക്കെ പറയുമ്പോൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. അതിനകത്ത് വേറെ ഒന്നും അങ്ങനെ ചേരുന്നില്ല. നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങളുമാണ്. പ്രത്യേകിച്ച് പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. അരിയൊക്കെ അരച്ചെല്ലാം വെച്ച് കഴിയാറായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം മറക്കണ്ട, വീഡിയോ ഒക്കെ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനായിട്ട് ആരും മറക്കരുത്, എന്നാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.